മലപ്പുറം പെരിന്തൽമണ്ണയിൽ വീടില്ലാത്തവർക്കായി നഗരസഭ നിർമ്മിച്ചു നൽകിയ ഫ്ളാറ്റ് സമുച്ചയം രോഗങ്ങൾ പടർത്തുന്ന കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. കക്കൂസ് മാലിന്യവും കെട്ടിക്കിടക്കുന്ന വെള്ളവും കാരണം രോഗഭീതിയിലാണ് നിരവധി കുടുംബങ്ങൾ ഇവിടെ കഴിയുന്നത്. നാടാകെ പനിയും പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുമ്പോൾ രോഗങ്ങൾക്ക് വിത്തുപാകുന്ന ഈ കാഴ്ച പെരിന്തൽമണ്ണയിൽ നിന്നാണ്. നഗരസഭ കൊട്ടിഘോഷിച്ച് നിർമ്മിച്ചു നൽകിയ ഫ്ളാറ്റ് സമുച്ചയത്തിൽ ഇന്നിപ്പോൾ രോഗഭീതിയിലാണ് പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതം. കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് പെരിന്തൽമണ്ണ നഗരസഭ നിർമ്മിച്ച ഫ്ളാറ്റിലേക്ക് 5 വർഷം മുൻപാണ് പാവപ്പെട്ട കുടുംബങ്ങൾ കുടിയേറുന്നത്. നിർമ്മാണം പൂർണ്ണമായും കഴിയുന്നതിന് മുൻപ് തിടുക്കത്തിൽ താമസാനുമതി നൽകിയ നഗരസഭ പിന്നീട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. ശുദ്ധമായ കുടിവെള്ളം പോലും ഇവിടെ ലഭ്യമല്ല. മഴക്കാലമായാൽ കെട്ടിക്കിടക്കുന്ന മലിനജലവും നിറഞ്ഞൊഴുകുന്ന കക്കൂസ് ടാങ്കുകളും കാരണം പ്രദേശമാകെ ദുർഗന്ധപൂരിതമാണ്. പിഞ്ചുകുഞ്ഞുങ്ങളടക്കമുള്ളവർ ഡെങ്കിപ്പനിയും മറ്റ് പകർച്ചവ്യാധികളും പിടിപെടുമെന്ന ഭീതിയിലാണ് കഴിയുന്നത്. ഇവിടെ മലിനജല പ്രശ്നമാണ് മെയിൻ ആയിട്ടുള്ളത്. ബാത്റൂമുകളൊക്കെ ഓവർഫ്ലോ ആയിട്ട് പുറത്തോട്ട് വരികയാണ് ബാത്റൂമിൽ നിന്നുള്ളത്. ഭയങ്കര കൊതുക്, വെള്ളം കെട്ടിക്കിടക്കണം പുറത്തുനിന്ന്. ഫ്ലാറ്റിന്റെ പുറത്ത് കംപ്ലീറ്റ് വെള്ളം മലിനജലം കെട്ടിക്കിടക്കുമ്പോൾ കൊതുക് ഇഷ്ടമാകും വരികയാണ്. എത്രയോ കിടപ്പ് രോഗികളുണ്ട്, എത്രയോ മറ്റ് രോഗങ്ങളുള്ള ആളുകളുണ്ട്. ഇവിടെ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുകയാണ്. കാരണം ഈ മാലിന്യങ്ങളൊക്കെ ഇതിൽ ഒഴുകുന്നതുകൊണ്ട് തന്നെ കൊതുകുകളൊക്കെ വളരെ ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. ഇവിടെ ആരോഗ്യപരമായിട്ടുള്ള യാതൊരു സുരക്ഷയും ഇല്ലാതെ ഇത്രയും വലിയൊരു ജനക്കൂട്ടം ഇവിടെ താമസിക്കുമ്പോൾ സർക്കാർ എന്ത് ന്യായത്തിലാണ് ജനോപകാരമായ പ്രദമായ പദ്ധതികളുടെ പരസ്യം കൊടുക്കുക? ഒരല്പം മാന്യതയുണ്ടെങ്കിൽ സർക്കാർ ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വലിയ പ്രതീക്ഷയോടെ എത്തിയ 400 കുടുംബങ്ങളിൽ ദുരിതം സഹിക്കാനാവാതെ പകുതിയിലധികം പേരും വീടൊഴിഞ്ഞ് മറ്റിടങ്ങളിലേക്ക് പോയി. മാത്രമല്ല, താമസം തുടങ്ങി 5 വർഷം കഴിഞ്ഞിട്ടും ഒരാൾക്ക് പോലും ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് നൽകാനും നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അമൃത ന്യൂസ്, മലപ്പുറം.